ഭയങ്കര കംഫർട്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സ്റ്റാഫ് വളരെ ഫ്രണ്ട്ലി ആണ്. പിന്നെ അവർ ഒരു ദിവസം മഴയൊക്കെ ആയപ്പോൾ ബാംഗ്ലൂർ ലേറ്റ് ആയിരുന്നു. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ലേറ്റ് ആവും, മഴയാണ്. റൈഡർ ബഡീസ് ഒരിക്കലും നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്യില്ല. ഞങ്ങൾ മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വണ്ടി എപ്പോഴും ക്ലീൻ ആയിട്ടും അതുപോലെ തന്നെ ഓൺ ടൈമിലും ബെസ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങൾ നോക്കുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജോ. എല്ലാവർക്കും സുഖമല്ലേ? വീണ്ടും ഒരു എക്സ്ക്ലൂസീവ് ബസ് യാത്രയുമായാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഞാനിപ്പോഴുള്ളത് അക്ഷരനഗരിയായ കോട്ടയത്താണ്. കോട്ടയം ബാംഗ്ലൂർ റൂട്ടിലെ ടോപ്പ് റേറ്റഡ് സർവീസായ റൈഡർ ബഡീസിൽ കോട്ടയത്ത് നിന്ന് ബാംഗ്ലൂരേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഈ പുതുപുത്തൻ AC സ്ലീപ്പർ സർവീസ് ആരംഭിച്ചിട്ട് ഏതാനും ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ യാത്രക്കാരുടെ ഇഷ്ടം പിടിച്ചുപറ്റി ജനപ്രിയ സർവീസായി മാറാൻ റൈഡർ ബഡീസിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് കോട്ടയംകാരുടെ പ്രിയപ്പെട്ട ബാംഗ്ലൂർ റൈഡർക്കൊപ്പം ഒരു യാത്ര ആകാമെന്ന് ഞാനും കരുതിയത്. ഞാനിപ്പോഴുള്ളത് കോട്ടയം നഗരത്തിലെ മണിപ്പുഴയ്ക്ക് സമീപം ദിവാൻ കവല ജംഗ്ഷനിലുള്ള റൈഡർ ബഡീസിൻ്റെ ഓഫീസിലാണ്. കർണാടകയിലെ ബലഗാവി ആസ്ഥാനമായ MG ബോഡി ബിൽഡേഴ്സാണ് ഈ പുതുപുത്തൻ AC സ്ലീപ്പർ ബസ് നിർമ്മിച്ചിറക്കിയത്. അവരുടെ ഗ്ലൈഡർ റിസൾട്ട് സീരീസിൽപ്പെട്ട ബസ്സാണിത്. ആകെ 36 AC സ്ലീപ്പർ ബർത്തുകളാണ് ഭാരത് ബെൻസിൻ്റെ ഈ BS6 ബസ്സിലുള്ളത്. അതിൽ 12 എണ്ണം സിംഗിൾ സ്ലീപ്പർ ബർത്തുകളാണ്. ഓരോ ബർത്തിലും പില്ലോയ്ക്കും ബ്ലാങ്കറ്റിനും പുറമെ ചാർജിംഗ് പോർട്ടും ലഗേജ് ബോക്സും കർട്ടനും റീഡിംഗ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഓരോ പാസഞ്ചേഴ്സിനും ഫ്രീ ബോട്ടിൽഡ് വാട്ടറും ബസ്സിനുള്ളിൽ നൽകുന്നുണ്ട്. അങ്ങനെ രാത്രി കൃത്യം 7 മണിക്ക് റൈഡർ ബഡീസിൻ്റെ ബ്രാൻഡ് ന്യൂ AC സ്ലീപ്പർ ബസ് കോട്ടയം നഗരത്തിലെ മണിപ്പുഴയ്ക്ക് സമീപമുള്ള ദിവാൻ കവലയിൽ നിന്ന് ബാംഗ്ലൂരേക്കുള്ള യാത്ര ആരംഭിച്ചു. അരുൺ അണ്ണനും ബിജു അണ്ണനുമാണ് ഇന്നത്തെ നമ്മുടെ സാരഥികൾ. കൂടെ സ്റ്റാഫ് ഇൻചാർജായി ബിനു അണ്ണനുമുണ്ട്. കോട്ടയം നഗരത്തിൽ മണിപ്പുഴ ജംഗ്ഷൻ, കോടിമത ജംഗ്ഷൻ, ശാസ്ത്രി റോഡ്, നാഗമ്പടം, സംക്രാന്തി ജംഗ്ഷൻ, കാരിത്താസ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഈ ബസ്സിന് ബോർഡിംഗ് പോയിന്റുകളുണ്ട്. വൈക്കം വഴി ബാംഗ്ലൂരേക്ക് സർവീസ് നടത്തുന്ന അപൂർവം AC സ്ലീപ്പർ ബസ്സുകളിൽ ഒന്നുകൂടിയാണിത്. കോട്ടയത്ത് നിന്ന് ഏറ്റുമാനൂർ, കുറുപ്പന്തറ, കടുത്തുരുത്തി, തലോലപ്പറമ്പ്, വൈക്കം, പൂത്തോട്ട, തൃപ്പൂണിത്തറ, വൈറ്റില, പാലാരിവട്ടം, എടപ്പള്ളി, കളമശ്ശേരി, ആലുവ, അങ്കമാലി, ചാലക്കുടി, തൃശ്ശൂർ, ആലത്തൂർ, പാലക്കാട്, കോയമ്പത്തൂർ, സേലം, ഹൊസൂർ വഴിയാണ് ഈ AC സ്ലീപ്പർ ബാംഗ്ലൂരേക്ക് പോകുന്നത്. കോട്ടയത്ത് നിന്ന് വൈക്കം വഴി ബാംഗ്ലൂരേക്ക് ആകെ 649 കിലോമീറ്ററാണ് ദൂരമുള്ളത്. കോട്ടയംകാരുടെ സ്വന്തം ബാംഗ്ലൂർ ബസ്സായ റൈഡർ ബഡീസിനൊപ്പം ഇന്ത്യയുടെ IT തലസ്ഥാനമായ ബാംഗ്ലൂരേക്കുള്ള കിടിലൻ യാത്ര നിങ്ങൾ നേരിട്ട് കണ്ട് തന്നെ ആസ്വദിച്ചോളൂ. പുതിയ വലിയ വളവില്ല, ലെഫ്റ്റ് സൈഡിൽ വലിയ വളവില്ല, കലിമ്പ് കൂടിയോ വണ്ടി നല്ല വാങ്ങിയെന്ന് വണ്ടിയായില്ലേ പത്തിനടിയിൽ നേരിട്ട് കിട്ടും. പെയിന്റിങ്ങുകാർ വന്ന് പെയിന്റ് ചെയ്യും.
കുറച്ച് നേരം ഇങ്ങനെ മോതലോട് തന്നെ കളിച്ച് നോക്കുക.
മംഗലാപുരത്ത് അടിപൊളി പണിയാണ്.
നല്ലായിരുന്നു, ഭയങ്കര കംഫർട്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കംഫർട്ടായിരുന്നു. എല്ലാത്തിനും നിർത്തി തന്നു. ഓക്കെ ആയിരുന്നു. നല്ലതായിരുന്നു. അങ്ങനെ കംഫർട്ട് കൊണ്ട് അതിശയിപ്പിച്ച അടിപൊളി ഒരു യാത്രയ്ക്കൊടുവിൽ അടുത്ത ദിവസം രാവിലെ 7 മണിയോടെ നമ്മുടെ റൈഡർ ബഡ്ഡീസ് ബാംഗ്ലൂർ സിറ്റിയിലേക്ക് എത്തി. ഏറ്റവും പുതിയ BS6 ഭാരത് ബെൻസ് AC സ്ലീപ്പർ ആയതിനാൽ തന്നെ യാത്ര അത്രയും സുഖകരമായിരുന്നു. ഉള്ളിൽ കുലുക്കം അറിഞ്ഞതേയില്ല. ബസ്സിലെ സ്റ്റാഫ് എല്ലാവരും തന്നെ തികഞ്ഞ പ്രൊഫഷണൽസും പാസഞ്ചർ ഫ്രണ്ട്ലിയുമായിരുന്നു. ഫ്ലെക്സി ടിക്കറ്റിംഗ് ആണ് ഈ ബസ്സിലുള്ളത്. 1100 രൂപ മുതലൊക്കെ ഈ ബസ്സിൽ കോട്ടയം ബാംഗ്ലൂർ ടിക്കറ്റുകൾ ലഭ്യമാണ്. ഡിമാൻഡ് അനുസരിച്ച് ടിക്കറ്റ് റേറ്റിൽ വ്യത്യാസം വരാം. യാത്ര കംഫർട്ടബിൾ ആയിരുന്നു. സ്റ്റാഫ് വളരെ ഫ്രണ്ട്ലി ആണ്. പിന്നെ അവർ ഒരു ദിവസം മഴയൊക്കെ ആയപ്പം ബാംഗ്ലൂരിൽ ലേറ്റ് ആയിരുന്നു. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ലേറ്റ് ആവും, മഴയാണ്, വഴിയിൽ മരം വീണിരിക്കുകയാണ്, അതുകൊണ്ട് ലേറ്റ് ആവുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ സീറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ബുക്ക് ചെയ്യും. ഞാൻ റെഗുലറായിട്ട് ട്രാവൽ ചെയ്യുന്നതാണ്. മിക്കവാറും എല്ലാ ആഴ്ചയും നാട്ടിൽ പോകുന്ന കൂട്ടത്തിലാണ്. റെഡ് ബസ്, അബി ബസ് തുടങ്ങിയ ആപ്പുകൾ വഴി ഈ ബസ്സിലേക്കുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ നേരിട്ട് വിളിച്ചും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനുള്ള നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് രാത്രി 8:50 തിരികെ പുറപ്പെടുന്ന AC സ്ലീപ്പർ പാലക്കാട്, തൃശ്ശൂർ, കൊച്ചി, വൈക്കം വഴി അടുത്ത ദിവസം രാവിലെ 7:20 കോട്ടയത്തേക്ക് എത്തിച്ചേരും. ബാംഗ്ലൂർ സിറ്റിയിൽ മാധവര, ഗോരകുണ്ട, പാലയ, യശ്വന്ത്പൂർ, മജസ്റ്റിക്, ശാന്തിനഗർ, ഡയറി സർക്കിൾ, മടിവാള, സിൽക്ക് ബോർഡ്, ഇലക്ട്രോണിക് സിറ്റി, ബൊമ്മസാന്ദ്ര, അത്തിബല്ലെ എന്നിവിടങ്ങളിലെല്ലാം തന്നെ ബോർഡിംഗ് പോയിന്റുകളുണ്ട്. കൂടാതെ തമിഴ്നാട്ടിലെ ഹൊസൂരും ഈ ബസ്സിന് ബോർഡിംഗ് പോയിന്റുണ്ട്. നിലവിൽ കോട്ടയം ബാംഗ്ലൂർ റൂട്ടിലെ നമ്പർ 1 സർവീസ് തന്നെയാണ് റൈഡർ ബഡ്ഡീസിൻ്റെ ഈ AC സ്ലീപ്പർ എന്ന് നിസ്സംശയം പറയാം. യാത്രക്കാരോടുള്ള സമീപനവും പാസഞ്ചേഴ്സിന് നൽകുന്ന ഫെസിലിറ്റീസും റൈഡർ ബഡ്ഡീസിനെ ബാംഗ്ലൂർ യാത്രക്കാരുടെ പ്രിയപ്പെട്ട സർവീസാക്കി മാറ്റിയിട്ടുണ്ട്. അടിപൊളി ഒരു യാത്ര സമ്മാനിച്ച റൈഡർ ബഡ്ഡീസിൻ്റെ AC സ്ലീപ്പർ ബസ്സിനോട് ബൈ പറഞ്ഞുകൊണ്ട് ബാംഗ്ലൂർ സിറ്റിയുടെ തിരക്കിലേക്ക് ഞാൻ നടന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും ഹൈപ്പും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ഓൾ. ഈശ്വരി വെളിയിലാണ്. ഹായ് എവ്രി വൺ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ജിൻസ്. ഞാൻ റൈഡർ ബഡ്ഡീസിൻ്റെ ഓണറാണ്. നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നും കോട്ടയത്തോട്ടും കോട്ടയത്തു നിന്ന് ബാംഗ്ലൂരിലോട്ടും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെ വിശ്വസിച്ച് അവരുടെ ട്രാവൽ കംഫർട്ട് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് റൈഡർ ബഡ്ഡീസ്. ഇത്രയും നാളും നമുക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടി. ഫ്രം March 15 ടു ആസ് ഓൺ ടുഡേ നമ്മുടെ കസ്റ്റമർ റെസ്പോൺസ് വളരെ നല്ലതാണ് സോ ഫാർ. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ടും ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് മാധവര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. കാരണം നമുക്ക് ഒരുപാട് പാസഞ്ചേഴ്സ് മാധവര, ജാലഹള്ളി, അതുപോലെ യശ്വന്ത്പുരത്ത് നിന്ന് കയറാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം സിറ്റി കവർ ചെയ്തിട്ടാണ് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂർ മാധവരയിൽ നിന്ന് ഏകദേശം 6:30 എടുത്ത് കോട്ടയത്ത് ഏകദേശം 7:30 ആകുമ്പോഴത്തേക്ക് എത്തുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഭാരത് ബെൻസിൻ്റെ ഗ്ലൈഡർ Z+ വണ്ടിയാണ്. ഇതിനകത്ത് 36 ബർത്ത് സ്ലീപ്പർ ബസ്സാണ് നമ്മുടെ ഇത്. നമ്മൾ എന്തായാലും ഒരു മോട്ടോ, നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ ക്ലീൻ ആൻഡ് സേഫ് ആയിട്ടുള്ള ഒരു റൈഡ് നമ്മുടെ പാസഞ്ചേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ പില്ലോ കവർ, ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ് എല്ലാം വാഷ് ചെയ്തത് ഡെയിലി ഓരോ ട്രിപ്പിനും 1 സൈഡ് വെച്ച് നമ്മൾ മാറ്റുന്നുണ്ട്. സ്റ്റാഫ് ആണെങ്കിലും ഞങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്തവരാണ്. അപ്പം അവരുടെ ബിഹേവിയറും അവരുടെ കെയറും ഒക്കെ ഒരുപാട് നല്ല ഫീഡ്ബാക്കുകൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് കസ്റ്റമേഴ്സിൽ നിന്ന്. വാഷ്റൂം മെയിനായിട്ടും 2 വാഷ്റൂം ബ്രേക്സ് ആണുള്ളത്. നൈറ്റ് സർവീസ് ആയതുകൊണ്ട് ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ഡിന്നർ ബ്രേക്ക് പ്ലാൻ ചെയ്തിട്ടില്ല. 15 മിനിറ്റ്സിൻ്റെ 2 വാഷ്റൂം ബ്രേക്സ് ഉണ്ട്. ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള വാഷ്റൂം ബ്രേക്കുകൾ കൊടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ശരവണ ഭവനിൽ നിർത്താറുണ്ട്. പിന്നെ നമ്മുടെ സെക്കൻഡ് കേരളത്തിൽ എത്തുന്നതിന് മുമ്പ് ട്രാവൽ ലോഞ്ചിലാണ് നമ്മൾ വാഷ്റൂം ബ്രേക്ക് കൊടുത്തിട്ടുള്ളത്. അത് ഏറ്റവും നല്ലൊരു ഫെസിലിറ്റി ആണ് നമുക്ക് ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഉള്ളത്. ബസ് ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും നമ്മൾ അവൈലബിൾ ആണ്. ലൈക്ക് Paytm, റെഡ് ബസ്, അബിബസ്, മേക്ക് മൈ ട്രിപ്പ്, ഫോൺ പേ. ഇതിനേക്കഴിഞ്ഞൊക്കെ നമ്മുടെ റൈഡർ ബഡീസിൻ്റെ വെബ്സൈറ്റ് www.riderbuddies.com അവിടെ നിന്നും ബുക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ഡയറക്റ്റ് ബുക്കിംഗ് നമ്പർ ഉണ്ട്. ബുക്കിംഗ് നമ്പർ വഴി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് നമ്മുടെ ഓപ്പറേഷൻസ് മാനേജർ നിങ്ങൾ ബുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് തന്ന് ചെയ്യാൻ പറ്റും. റൈഡർ ബഡീസ് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ബിസിനസ് അല്ല. നമുക്ക് റൈഡർ ബഡീസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പാഷനാണ്. വണ്ടികളോടുള്ള ഞങ്ങളുടെ സ്നേഹം, ഞങ്ങളുടെ ഒരു എന്താ പറയുക, ആൾക്കാർക്ക് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നവരാണ്. ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം വണ്ടികളോടുള്ള ഇഷ്ടവും ട്രാവലുകളോടുള്ള ഇഷ്ടവും കൊണ്ടാണ് ഞങ്ങൾ റൈഡർ ബഡീസ് എന്ന് പറഞ്ഞൊരു ഒരു ട്രാവൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. റൈഡർ ബഡീസ് ഒരിക്കലും നിങ്ങളെ ഡിസപ്പോയിൻ്റ് ചെയ്യില്ല. ഞങ്ങൾ മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വണ്ടി എപ്പോഴും ക്ലീൻ ആയിട്ടും അതുപോലെ തന്നെ ഓൺ ടൈമിലും ബെസ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങൾ നോക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് ആണ്. ഞങ്ങൾ ഒരു കാരണവശാലും അതിൽ നിന്ന് പിന്നോട്ട് പോകത്തില്ല. ക്വാളിറ്റി ഈസ് മോസ്റ്റ് പ്രയോറിറ്റി ഫോർ എസ്. നല്ലൊരു രീതിയിലുള്ള റേറ്റിങ്ങോടുകൂടി ഞങ്ങൾ റൈഡർ ബഡീസ് മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ഫീഡ്ബാക്ക് വന്നു കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വീണ്ടും ഉണ്ടാവണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ റൈഡർ ബഡീസിൻ്റെ സൈഡിൽ നിന്ന് വളരെ ഒരു ബിഗ് താങ്ക്സ്. താങ്ക് യു സോ മച്ച്.